بسم الله الرحمن الرحيم. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون وقالوا لولا أنزل عليه آيات من ربه قل إنما الآيات عند الله وإنما أنا نذير مبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1359 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ ബൽ ഹുവ ആയാതുൻ ബയ്യിനാത് في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون وقالوا لولا أنزل عليه آيات من ربه قل إنما الآيات عند الله وإنما أنا نذير مبين. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളോട് ആദർശപരമായ സംവാദത്തിൽ ഏർപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട് വിവരിക്കപ്പെടുകയുണ്ടായത്. അബിസീനിയയിലേക്കുള്ള മുസ്ലിം സംഘത്തിന്റെ പലായനം വളരെ അനിവാര്യമായ കാരണങ്ങളാൽ നിർവഹിക്കപ്പെട്ട സന്ദർഭത്തിൽ അബിസീനിയയിലെ അഥവാ എത്യോപ്യയിലെ ക്രൈസ്തവ സമൂഹത്തിലെ ആളുകളുമായി സ്വാഭാവികമായ വിധത്തിലുള്ള ചില ആശയങ്ങൾ പങ്കുവെക്കൽ തീർച്ചയായിട്ടും വന്നു ചേരും എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്ന സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുകയുണ്ടായത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അത് വിശദമായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. വേദക്കാര്, വിശേഷിച്ച് ക്രൈസ്തവ സമൂഹം, എത്യോപ്യയിലെ നജാഷി രാജാവും അതുപോലെ എത്യോപ്യക്കാരായിരുന്ന ക്രൈസ്തവ വിശ്വാസികളും ക്രിസ്തു മതത്തിന്റെ അനുയായികളും അടിസ്ഥാനപരമായി ഇസ്ലാമിക വിശ്വാസത്തിന്റെ പല ഘടകങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് ആയിരുന്നു അവർ. അള്ളാഹുവിന്റെ ഏകത്വം, പ്രവാചകത്വം, അതുപോലെ വഹിയ്, പാരത്രിക ജീവിതം തുടങ്ങിയ കാര്യങ്ങളിൽ വിശ്വാസമുള്ള, വേദപാരമ്പര്യം അല്ലെങ്കിൽ പ്രവാചകാധ്യാപനങ്ങളുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത രീതി ഒക്കെ പിന്തുടരുന്ന ആളുകളായിരുന്നു അവർ. അത്തരം ആളുകളോട് ആശയ സംവാദം നടത്തേണ്ടി വരുമ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു സംഗതി അവർക്ക് പകരം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടും വളരെ ഉത്തമമായ രീതിയിലും
അവരെ പ്രയാസപ്പെടുത്താത്ത വിധത്തിൽ അവരെ വളരെയേറെ ആദരിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്നാൽ അക്രമപരമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് അവരുടെ കാര്യത്തിലല്ല അള്ളാഹു ഈ കാര്യം പറയുന്നത്. സൗഹൃദപരമായ നിലപാട് സ്വീകരിച്ച് നിങ്ങളോട് നല്ല നിലക്ക് വർത്തിക്കുന്ന അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുടെ കാര്യമാണ്. ളാലിമുകളോട് വ്യത്യസ്തമായ രീതിയിൽ ചിലപ്പോ സന്ദർഭത്തിന്റെ ആവശ്യം അനുസരിച്ചൊക്കെ പ്രതികരിക്കേണ്ടി വരും. അപ്പൊ അവരോട് പറയുമ്പോ ഞങ്ങൾക്ക് അവതീർണമായിരിക്കുന്ന വേദഗ്രന്ഥത്തിലും നിങ്ങൾക്ക് അവതീർണമായിട്ടുണ്ടായിരുന്ന വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങളുടെയും നിങ്ങളുടെയും ആരാധ്യൻ ഒന്ന് തന്നെയാണ്. ഞങ്ങള് പൂർണ്ണമായും അവന് വിധേയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെയാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കാൻ മുതിരുന്ന ആളുകള് സത്യം മറച്ചു വെക്കുന്നവർ മാത്രമായിരിക്കും. സത്യത്തെ മൂടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും എന്ന കാര്യം കൂടി അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമാണ് ഇവിടെ വിഷയം. അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത് ദൈവിക സന്ദേശമാണ് എന്നത് ആളുകളോട് പറയപ്പെടുമ്പോൾ അവർക്ക് പല തെളിവുകളും ആവശ്യമാണ്, പല പിൻബലമായിട്ട് പല സംഗതികളും വേണ്ടതുണ്ട്, പല ആയാത്തുകളും കാണിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു നിലപാടാണ്. അപ്പൊ എന്താണ് ഇത് സംബന്ധമായിട്ട് അള്ളാഹു വിശ്വാസികളോടായിട്ട് പറയുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പേഴ്സണൽ ആയിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പ്രവാചകരെ, താങ്കൾ ഇതിനു മുമ്പ് ഒരു പുസ്തകവും വായിക്കുന്നവനായിരുന്നില്ല. ലിഖിതമായ എന്തെങ്കിലും വായിക്കാൻ കഴിയുന്നവൻ ആയിരുന്നില്ല താങ്കൾ. വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ്. ഇപ്പോ ജനങ്ങളെ താങ്കള് വിശുദ്ധ ഖുർആൻ എന്ന കിതാബ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു പശ്ചാത്തലത്തില് അള്ളാഹു പറയുന്നത് താങ്കൾ ഒരു പുസ്തകവും വായിക്കാൻ കഴിയുന്നവനായിരുന്നില്ല നേരത്തെ. വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി. ഈ കിതാബുമായി ജനങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പായി ഏതെങ്കിലും ഒരു കിതാബിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കുന്ന ആളോ സ്വന്തമായിട്ട് ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്ന ആളോ ഒന്നും ആയിരുന്നില്ല താങ്കൾ. വലാ തഖുത്തുഹു ബിയമീനിക. താങ്കളുടെ വലത് കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചില കുറിമാനങ്ങൾ എഴുതാൻ കഴിയുന്ന ആളുമായിരുന്നില്ല. ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ കൈകൊണ്ട് വല്ലതും എഴുതി ഉണ്ടാക്കാനോ കഴിയുന്നവൻ ആയിരുന്നില്ല താങ്കൾ. പൂർണ്ണമായ അർത്ഥത്തിലും നിരക്ഷരനായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. വായിക്കാൻ അറിയില്ല, എഴുതാനും അറിയില്ല. വായിക്കാൻ അറിയുന്നവരും എഴുതാൻ അറിയുന്നവരും ഒക്കെയാണ് ആളുകളെ ഏതെങ്കിലും ലിഖിതമായ ഡോക്യുമെന്റ് കാണിച്ചുകൊണ്ട് അതുമായി പരിചയപ്പെടുത്തി അവരോട് സംസാരിക്കുക. സാധാരണഗതിയിൽ പുസ്തകങ്ങളെ കുറിച്ചോ ലിഖിതമായ വല്ല രേഖയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എഴുത്തും വായന അറിയുന്ന ആളുകളാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ ദൈവിക വെളിപ്പാടുകൾ അവരെ കേൾപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഒരു പുസ്തക രൂപത്തിലുള്ള സംഗതിയല്ല. അവരെ വാമൊഴിയായിട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവിക സൂക്തങ്ങൾ. തുടക്കം മുതൽ അതിനെ അള്ളാഹു കിതാബ് എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തുന്നതും വേദഗ്രന്ഥം എന്ന നിലക്ക് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിലെ വാക്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളോട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം നിർവഹിക്കുന്ന വിധത്തില് അവർക്ക് സന്തോഷ വൃത്താന്തം അറിയിക്കുന്നതും താക്കീത് നൽകുന്നതും ഒക്കെ തന്നെ. ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനുള്ള തെളിവായിട്ട് അള്ളാഹുവിന്റെ ദൂതനാണ് താൻ എന്നതിനുള്ള തെളിവായിട്ട് ആയാത്തുകൾ വേണം എന്നതാണ് പൂർവിക പ്രവാചകന്മാര് പല ദൃഷ്ടാന്തങ്ങളും കാണിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ വേണം എന്നുള്ള നിലക്കാണ് ആളുകൾ സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം വിസ്മയകരങ്ങളായ ആയാത്തുകൾ അദ്ദേഹം നിങ്ങളെ കേൾപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ഈ പ്രായത്തിനിടക്ക് അദ്ദേഹം ഒരിക്കൽ പോലും ഒരു പുസ്തകവും വായിക്കുകയുണ്ടായിട്ടില്ല, ഒരു സംഗതിയും എഴുതുകയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഇവിടെ ജനങ്ങളെ ആയാത്തുകൾ, ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില വാക്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദൃഷ്ടാന്തം. അദ്ദേഹം ദൈവിക പ്രവാചകനാണ് എന്നതിനുള്ള തെളിവ് തന്നെ അതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ അറിയാവുന്ന വിധത്തില് 600-ലേറെ പേജുകൾ ഉള്ള അത്രയും വലിപ്പമുള്ള ഒരു ദൈവിക ഗ്രന്ഥമാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യൻ ഒരു വർഷമെങ്കിലും തന്റെ മനസ്സിൽ ഇതെല്ലാം തയ്യാറാക്കി വെച്ചതാണ് എങ്കിൽ പോലും അതൊന്ന് കടലാസിലേക്ക് പകർത്തണമെങ്കിൽ ഒരു വർഷമെങ്കിലും ചടഞ്ഞിരിക്കേണ്ടി വരും. ഒരു വർഷമെങ്കിലും അതിനു വേണ്ടി സ്വയം ഒഴിഞ്ഞിരുന്ന് അത് നിർവഹിക്കുന്നവനായി, കടലാസിൽ എഴുതി പിടിപ്പിക്കുന്നവനായിട്ട് മാറി നിൽക്കേണ്ടി വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിലും അങ്ങനെ വല്ലതും എഴുതി രേഖപ്പെടുത്തുന്നവനായിട്ട് മാറി നിന്നതായിട്ട് ആർക്കും അറിയില്ല. ഒരു ദിവസം പോലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അദ്ദേഹം വല്ലതും എഴുതി രേഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഒരു 600-ലേറെ പേജുകളുള്ള ഒരു പുസ്തകം, അതില് അടങ്ങിയിട്ടുള്ള അതിന്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ടും ഒരാൾക്ക് ഹൃദിസ്ഥമാണെങ്കിൽ പോലും അതൊന്ന് പകർത്തി എഴുതി വെക്കണമെങ്കിൽ വളരെ ദൈർഘ്യമേറിയ ഒരു കാലം അതിന് വേണം. അതിനു വേണ്ടിയായിട്ട് ഒരാൾ ഒഴിഞ്ഞിരിക്കാതെ അത് ചെയ്യാൻ സാധിക്കില്ല. താനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത്. അപ്പൊ അള്ളാഹുടെ ഈ ആളുകൾ കേൾപ്പിക്കുന്നത് വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ്, പ്രവാചകരെ ഇതിനു മുമ്പ് താങ്കൾ ഒരിക്കൽ പോലും ഒരു പുസ്തകവും വായിക്കുന്നവനായിരുന്നില്ല. ഇപ്പോഴും അല്ല, ഇപ്പോ ഇവരെ കേൾപ്പിക്കുകയാണ്. വെളിപാടുകൾ കിട്ടിയത് അദ്ദേഹം ദൈവിക ഗ്രന്ഥത്തിലെ വാക്യങ്ങൾ എന്ന നിലയ്ക്ക് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാമൊഴിയായിട്ട്. അപ്പോ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു പുസ്തകവും വായിക്കുന്നവനായിരുന്നില്ല താങ്കൾ. വലാ തഖുത്തുഹു ബി യമീനിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം താങ്കളുടെ വലത് കൈ കൊണ്ട് എഴുതുന്ന, ആലേഖനം ചെയ്യുന്ന ഒരാളും ആയിരുന്നില്ല താങ്കൾ. ഹത്ത് എന്ന് പറഞ്ഞാൽ കുറിമാനം, അല്ലെങ്കിൽ കടലാസിൽ അതുപോലെയുള്ള പ്രതലങ്ങളിൽ കുത്തിക്കുറിച്ച് എഴുതുന്നതിനാണ് ഹത്ത് എന്ന് പറയാറ്. എന്നാണ് മലയാളത്തിലെ കത്ത് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. ഹത്ത് വൽ ഇംല എന്ന് പറയുന്ന നമ്മളുടെ കേട്ടെഴുത്ത് പ്രാക്ടീസ് ഉണ്ടല്ലോ, ചെറിയ ക്ലാസ്സിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ കേട്ടെഴുതുന്ന സംഗതികൾ, അക്ഷരം എഴുത്ത് ശരിയാവാൻ വേണ്ടി നടത്തിയിരുന്ന ഡിക്റ്റേഷൻ പോലെയുള്ള സംഗതികൾക്കൊക്കെയാണ് പഴയ കാലത്ത് പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വിഷയം അൽ ഖത്തു വൽ ഇംല എന്ന പേരിൽ അറബി പശ്ചാത്തലത്തിൽ പഠിക്കുന്ന ഒരു വിഷയമായിരുന്നു. എഴുത്ത്, അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചുള്ള അക്ഷരങ്ങൾ എഴുതുന്ന ഒരു രീതി, നമ്മൾ കോപ്പി എഴുത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു പരിപാടി. അപ്പോ വലാ തഖുത്തുഹു ബി യമീനിക, താങ്കൾ വലത് കൈകൊണ്ട് വല്ലതും എഴുതുന്ന ഒരു ഏർപ്പാടും നേരത്തെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയുന്ന
അത് പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരാളാണ് താങ്കൾ എങ്കിൽ ഇതൻ ലർത്താബൽ മുബത്തിലൂൻ, മുബത്തിലുകള് താങ്കളുടെ കാര്യത്തിൽ സംശയം ഉന്നയിക്കുമായിരുന്നു, അവർക്ക് സംശയം ഉന്നയിക്കാമായിരുന്നു. മുബത്തിലുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ബാത്തിലാക്കി കളയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചത് ഹഖല്ല, ബാത്തിലാണ്, അത് അസത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ അള്ളാഹു മുബത്തിലുകൾ എന്ന് പറയുന്നത്. മുബത്തിലുകൾക്ക് അങ്ങനെയുള്ള സംശയം ഉന്നയിക്കാൻ പറ്റുമായിരുന്നു. അസത്യവാദികൾക്ക് ഇത് ദൈവിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യത്തിൽ സംശയം ഉന്നയിക്കുകയും അതുപോലെ അതിനെ തള്ളിക്കളയുകയൊക്കെ ചെയ്യാമായിരുന്നു, ന്യായമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ എഴുത്തും വായനയും ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അള്ളാഹു പറയുന്നത് താങ്കൾ ഇതിനു മുമ്പ് ഒരു ഗ്രന്ഥവും വായിക്കുകയുണ്ടായിട്ടില്ല, ഒന്നും താങ്കളുടെ വലത് കൈ കൊണ്ട് എഴുതുന്നവനായിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഇടത് കൈ കൊണ്ട് എഴുതിയിരുന്നു എന്നല്ല അതിന്റെ സൂചന. വലത് കൈയാണ് എഴുത്തിന് സാധാരണ ഉപയോഗിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രയോഗം ഖുർആനിൽ ഈ യമീൻ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്നത് കാണാം. യമീൻ എന്ന് പറഞ്ഞാൽ വലത് കൈ എന്നൊന്നും ഭാഷാപരമായിട്ട് അർത്ഥമില്ല, വലത് വശം എന്നൊക്കെ അർത്ഥമുള്ളൂ. അപ്പോ താങ്കളുടെ വലത് കൈ കൊണ്ട് വല്ലതുമൊക്കെ കുത്തിക്കുറിക്കുന്ന ഒരാളായിരുന്നില്ല താങ്കൾ. എന്തെങ്കിലുമൊക്കെ ലിഖിതമായ സംഗതി വായിക്കാൻ കഴിയുന്നവനും ആയിരുന്നില്ല താങ്കൾ നേരത്തെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് സ്വന്തം നിലക്ക് പടച്ചുണ്ടാക്കിയതാണ്, എന്നിട്ട് വെറുതെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥമാണ് എന്നൊക്കെ താങ്കള് അവകാശവാദം ഉന്നയിക്കുകയാണ് എന്ന് ഈ മുബത്തിലുകൾക്ക്, അസത്യവാദികൾക്ക് പറയാൻ പറ്റുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായന അറിയുന്ന ആളാണ്, എഴുത്തറിയുന്ന ആളാണ് എങ്കിൽ പല സ്രോതസ്സുകളിൽ നിന്നുമായിട്ട് പല ആശയങ്ങളും അടിച്ചു മാറ്റി അത് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അത് ദൈവികമായി നൽകപ്പെട്ട വെളിപ്പാടുകളാണ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ അസത്യവാദികൾക്ക് വാദം ഉന്നയിക്കാമായിരുന്നു, സംശയം ഉന്നയിക്കാമായിരുന്നു. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വയസ്സുവരെയുള്ള ജീവിതം വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്ന ഒരു സമൂഹമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുത്തറിയുന്ന, വായന അറിയുന്ന ഒരാളായിട്ട് അവരുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാള് വലിയ ദൈർഘ്യമുള്ള വാചകങ്ങൾ അടങ്ങിയിട്ടുള്ള സംഗതികൾ കേൾപ്പിക്കുകയാണ്. ദൈവിക വെളിപ്പാടായിട്ട് നൽകപ്പെട്ടതാണ്, ഇത് ദൈവിക ഗ്രന്ഥത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതും സാധാരണഗതിയിലുള്ള ഒരു കോമ്പോസിഷനൊന്നും അല്ല, വളരെ വിസ്മയകരമായ ഖുർആനൻ അജബ എന്ന് തന്നെ ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പാരായണമാണ് അവരെ കേൾപ്പിക്കപ്പെടുന്നത്. വളരെ വലിയ കഴിവുള്ള, സർഗാത്മകതയുള്ള ആളുകൾക്ക് പോലും രചിക്കാൻ കഴിയാത്ത അത്രയും വൈദഗ്ധ്യം അടങ്ങിയിട്ടുള്ള, നൈപുണ്യം അടങ്ങിയിട്ടുള്ള, അതുപോലെ ആശയസമ്പുഷ്ടതയുടെ ഏറ്റവും മഹോന്നതമായ രൂപമായിട്ട് നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ നിരക്ഷരനായ, എഴുത്തറിയാത്ത, വായിക്കാൻ അറിയാത്ത, മുമ്പൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരാള്, ഒരിക്കൽ പോലും അതിനു വേണ്ടി അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു കാലം ചെലവഴിച്ചിട്ടില്ലാത്ത ഒരാള് അങ്ങനെ ചില ഭാഗങ്ങള് വിശുദ്ധ ഖുർആനിൽ നിന്ന് ജനങ്ങളെ കേൾപ്പിക്കുമ്പോൾ ആളുകൾക്ക് അതിൽ പരം എന്ത് തെളിവാണ് ആവശ്യമുള്ളത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. നേരത്തെ എഴുത്തും വായനയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, ഒന്ന് പറഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ആർക്ക്? മുബത്തിലുകൾക്ക്. ഈ ഖുർആൻ ബാത്തിലാണ്, അസത്യമാണ്, അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സംശയം ഉന്നയിക്കാമായിരുന്നു. അത് സ്വന്തമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് ഇയാൾ അവകാശവാദം ഉന്നയിക്കുകയാണ് എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുമായിരുന്നു.
പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ അവർക്കത് സാധ്യമേ അല്ല എന്നതാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. തീർത്തും നിരക്ഷരനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആന്റെ വാചകങ്ങൾ അവരെ കേൾപ്പിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തം എന്ന ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ബൽ ഹുവ ആയാത്തും ബയ്യിനാത്ത്. അങ്ങനെയല്ല, ഇത് വളരെ തെളിമയുള്ള ദൃഷ്ടാന്തങ്ങളാണ്, ആയാത്തുകളാണ്. എങ്ങനെയാണ് അത് തെളിമയുള്ള ദൃഷ്ടാന്തങ്ങളായിട്ട് എവിടെയാണ്, ആർക്കാണ് അനുഭവപ്പെടുന്നത്? ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ. ജ്ഞാനം ലഭിച്ചിട്ടുള്ള, അറിവ് ലഭിച്ചിട്ടുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ ഇത് വളരെ തെളിമയുള്ള ആയാത്തുകളായിട്ടാണ് അനുഭവപ്പെടുക. സത്യസന്ധതയുള്ള ദൈവിക ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ജ്ഞാനം, പൂർവിക വേദങ്ങളിലൊക്കെ ഉൾക്കൊള്ളുന്ന ജ്ഞാനം, അതിന്റെ സാരാംശം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കേൾപ്പിക്കപ്പെടുന്ന ആയാത്തുകള് വളരെ തെളിമയുള്ള ബയ്യിനാത്തുകളായ ആയാത്തുകളാണ് അവരുടെ ഹൃദയങ്ങളിൽ. അങ്ങനെയാണ് ഈ ഖുർആന്റെ വാക്യങ്ങൾ അനുഭവപ്പെടുക എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഒരു ജ്ഞാനവിമുഖതയുള്ള ആളുകളുടെ കാര്യമല്ല അള്ളാഹു പറയുന്നത്. സത്യം വൈജ്ഞാനികമായ തലത്തിൽ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു പാരമ്പര്യവും ഒരു പശ്ചാത്തലവും ഒക്കെ ഉണ്ട്. അവര് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അതിന്റെ ചില മുൻ അനുഭവങ്ങളും അവർക്കുണ്ട്. വേദക്കാരായ ആളുകള് അങ്ങനെയൊക്കെയുള്ള ഒരു പൈതൃകവും പാരമ്പര്യമുള്ള ആളുകളാണ്. വിജ്ഞാന വിരോധികളല്ല, അക്ഷര വിരോധികളും അല്ല. കാര്യങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്ന, അതിനുവേണ്ടി പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന തരം ആളുകൾ. അത്തരം ആളുകളുടെ ഹൃദയങ്ങളിൽ ഈ ദൃഷ്ടാന്തങ്ങൾ, ഈ ദൈവികമായ വാക്യങ്ങൾ എങ്ങനെയാണ് അനുഭവപ്പെടുക? ആയാത്തും ബയ്യിനാത്ത്. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാക്കി തരുന്ന അതിവിസ്മയകരമായ പ്രതിഭാസങ്ങളായിട്ടാണ് അവർക്ക് ഈ ദൈവിക ദൃഷ്ടാന്തങ്ങൾ അനുഭവപ്പെടുക. അതിലോരോ വാക്യവും നൽകുന്ന സൂചനകള് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച്, അവരുടെ സ്വത്വത്തെയും അസ്തിത്വത്തെയും കുറിച്ച് വളരെ വ്യക്തതയുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ വ്യക്തത നൽകുന്ന ഒരു വലിയ പ്രതിഭാസമായിട്ടാണ് ഈ ആയാത്തുകൾ അവർക്ക് അനുഭവപ്പെടുക. മനുഷ്യ സാധ്യമായ ഒരു സംഗതിയല്ല. അക്ഷരം അറിയാത്ത, അതുപോലെ നിരക്ഷരനായ ഒരു മനുഷ്യന്റെ കാര്യം മാറ്റിവെക്കുക. അക്ഷരം അറിയുന്ന, വായനയും എഴുത്തും ഒക്കെ അറിയുന്ന ഒരാൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അത് വൈജ്ഞാനിക ആഭിമുഖ്യമുള്ള, അറിവിനോട് ഒരു പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുന്ന, അതുപോലെ ഇൽമ് പ്രയോജനപ്പെടുത്തുന്ന ഒരു നിലപാടും മാനസികാവസ്ഥയും ഒക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഹൃദയങ്ങളിൽ ഇത് ആയാത്തും ബയ്യിനാത്തായിട്ടാണ് അവർക്ക് ബോധ്യപ്പെടുക. ഭയങ്കര തെളിമയുള്ള കാര്യങ്ങളെ വളരെ വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്തി തരുന്ന അത്യസാധാരണത്വമുള്ള പ്രതിഭാസങ്ങളായിട്ടാണ് ഈ ആയാത്തുകൾ അവർക്ക് അനുഭവപ്പെടുക. ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ. ഇൽമ് നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ. പൂർവിക വേദങ്ങളുടെ അനുയായികളെയാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് എന്നത് ഈ കോണ്ടെക്സ്റ്റ് നിന്ന് വ്യക്തമാണ്. ഊത്തുൽ ഇൽമ എന്ന് പറയുന്നത് ഊത്തുൽ കിതാബ് എന്ന അർത്ഥത്തിൽ കൂടിയാണ് എന്ന് കാണാൻ കഴിയും. കിതാബിന്റെ ഒരു സാരാംശമായിട്ട് വരുന്നത് ഇൽമാണ്. ഇൽമിന്റെ സ്രോതസ് അള്ളാഹുവാണ്. ദൈവികമായി പകർന്നു നൽകപ്പെട്ട ഇൽമല്ലാതെ മനുഷ്യന് ഒരു സ്രോതസ്സൊന്നും ഒരു ഇൽമും ലഭിക്കുന്നില്ല. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോ ഇൽമ് നൽകപ്പെട്ട സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഇപ്പോ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയാത്തുകൾ, അത് വളരെ തെളിമയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന
വലിയ ദൈവിക പ്രതിഭാസങ്ങളായിട്ട് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അവർക്ക് ആ വിധത്തിലാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക. വമായ ജഹദുബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാവുകയില്ല ഇല്ലല്ലാലിമൂൻ, അതിക്രമികളല്ലാതെ. സ്വന്തത്തോട് ലുൽമ ചെയ്യുന്ന ആളുകൾ. അപ്പൊ നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ട് അത് അതിന് സാക്ഷ്യം വഹിക്കാൻ കൂട്ടാക്കാതെ നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില ഭൗതികമായ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ മൂടിയിടുന്നെങ്കിൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ലുൽമാണ്, ആത്മവഞ്ചനയാണ്. അപ്പൊ ഇങ്ങനെ ആത്മവഞ്ചന ചെയ്യുന്ന എല്ലാവരും തന്നെ സമൂഹത്തോടും വഞ്ചനയാണ് ചെയ്യുന്നത്. ഒരാള് ഹക്ക് ബോധ്യപ്പെട്ടിട്ട് അതിന് സാക്ഷിയാവാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രാഥമികമായി അയാളോട് തന്നെ ചെയ്യുന്ന ലുൽമാണ്. തുടർന്ന് അയാള് തന്റെ കുടുംബത്തോടും ആ കാലഘട്ടത്തിലെ ആളുകളോടും നാട്ടുകാരോടും ഒക്കെ ചെയ്യുന്ന ലുൽമാണത്. കാരണം എനിക്ക് ബോധ്യപ്പെട്ട സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കുമ്പോ രണ്ട് സാധ്യതകളുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട ആളുകള് അത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രയോജനം നേടുന്നവരാകാൻ സാധ്യതയുണ്ട്. ഇനി അവരതിനോട് വിരോധം കാണിച്ചുകൊണ്ട് എന്നോട് തന്നെ ശത്രുത കാണിക്കുന്നവരാകാനും സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഓരോരുത്തരുടെയും മനസ്സിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പരിശോധിക്കപ്പെടും. ഞാൻ എടുത്ത നിലപാട് ശരിയാണോ തെറ്റാണോ എന്നത് ഓരോരുത്തരും പരിശോധിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനും ബാധ്യസ്ഥരായി മാറും. ഇപ്പം മാതാപിതാക്കൾ പലപ്പോഴും, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ പലപ്പോഴും സത്യമൊക്കെ തന്നെയാണ്, പക്ഷെ അതിപ്പം മക്കളും കുടുംബവും ഒക്കെ ആയി മാറിയ അവസ്ഥയിൽ ഇപ്പോ അതിനൊന്നും നിന്നാലും ശരിയാവില്ല എന്ന് പറയുന്നത് കേൾക്കാം. അത് യഥാർത്ഥത്തിൽ അവരുടെ മൂഢമായ ഒരു നിലപാടാണ്. ഒരാള് സത്യം ബോധ്യപ്പെട്ടു വരാൻ അയാളുടെ ജീവിതാന്വേഷണത്തിലൂടെ അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്താൻ ഒരു 40-50 വർഷമൊക്കെ ജീവിതത്തിലേക്ക് പിന്നിട്ടിട്ടുണ്ടാകും. അതിനകം ഒരു 50 വയസ്സിനോടൊക്കെ അടുത്ത ഒരാള് ഈ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാളുടെ മക്കളും കുടുംബവും ഒക്കെ അതേ വിധത്തില് ഈ സത്യം ബോധ്യപ്പെടുന്നവരായി മാറണമെങ്കിൽ അത്രയും കാലം പിന്നെയും പിന്നിടണ്ടേ? എന്നിട്ട് അയാള് സത്യസന്ധതയോടുകൂടി പ്രതികരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നവനായി എന്ന് വരാം. എന്നാൽ എന്റെ മുന്നിൽ സത്യം വന്നിട്ട് എനിക്കത് ബോധ്യപ്പെടുമ്പോ ഞാൻ അതിന് സാക്ഷിയാകാൻ സന്നദ്ധനായാലോ? എന്റെ കുട്ടികൾ മനസ്സിലാക്കൽ എങ്ങനെയായിരിക്കും? അത് വാപ്പ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു സംഗതിയാണ്, ഞാനും ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, ഒരു പക്ഷെ അത് സത്യമാണെങ്കിലോ എന്നൊരു നിലപാടുണ്ടാവും. അപ്പോ ആ നിലപാട് അവർക്ക് പ്രയോജനം ചെയ്തു എന്ന് വരും. ഇവിടെ മറിച്ച് ഞാനത് മൂടിയിടുകയാണെങ്കിൽ ഒന്നാമതായി ഞാൻ എന്നോട് തന്നെ ലുൽമ ചെയ്യണം. കാരണം സത്യം ബോധ്യപ്പെട്ടിട്ട് അതിന്റെ പ്രയോജനം നേടാൻ ഞാൻ കൂട്ടാക്കുന്നില്ല എന്നത് എന്റെ ആത്മാവിനോട് തന്നെ ഞാൻ ചെയ്യുന്ന അക്രമമാണ്. കൂടാതെ എന്റെ കുടുംബത്തോട്, ഞാനുമായി ബന്ധപ്പെട്ട ആളുകളോട്, സമൂഹത്തോട്, ആ കാലഘട്ടത്തോടും ഒക്കെ ചെയ്യുന്ന ലുൽമായിട്ടാണ് അത് മാറുക. അള്ളാഹു ഇവിടെ പറയുന്നത് വമായ ജിഹദു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ ഒരുങ്ങി പുറപ്പെടുകയില്ല ഇല്ലല്ലാലിമൂൻ, അക്രമകാരികളല്ലാതെ. സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്ന ലാലിമുൻ നഫ്സ് ആയി മാറിയ ഒരാളല്ലാതെ ഒരിക്കലും തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കാൻ, തള്ളിക്കളയാൻ, നിഷേധിക്കാൻ ഒരുങ്ങുകയില്ല. ദൈവിക ദൃഷ്ടാന്തം എന്ന് പറയുന്നത് നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് മനസ്സിലൊരു ബോധ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അതുണ്ടാകും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സത്യം ബോധ്യപ്പെടുന്ന വിധത്തില് ദൈവിക പ്രതിഭാസങ്ങള് നമ്മുടെ കൺമുന്നിൽ അങ്ങനെ വിരിഞ്ഞു വരും. നമ്മൾ രണ്ടിലൊരു നിലപാടാണ് ആ ഘട്ടത്തിൽ സ്വീകരിക്കുക. ഒന്നുകിൽ അത് കണ്ടില്ല എന്ന് വെച്ചാൽ അത് ഇങ്ങനെ മൂടിയിട്ട്, അത് കണ്ടെന്നൊക്കെ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, ഈ കാലഘട്ടത്തിൽ അതിനൊന്നും കഴിയില്ല, പ്രയാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് കണ്ടെന്ന് വെക്കൂല്ല, മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയില്ല. അതാണ് ഒരു നിലപാട്. മറ്റൊന്ന്, കണ്ട പാടെ അത് ബോധ്യപ്പെടുന്നതോടെ അതിന്റെ ആളായിട്ടാണ് മാറും. നമ്മൾ അതിന് സാക്ഷിയായിട്ട് നിലകൊള്ളാൻ എന്ത് നഷ്ടമുണ്ടായാലും
അതിന്റെ പേരിൽ എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും ഞാൻ ഹക്കിനോടൊപ്പമായിരിക്കും എന്നൊരു നിലപാട് സ്വീകരിക്കും. അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം ആളുകളുണ്ടല്ലോ, നജാഷി രാജാവൊക്കെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ച ആളുകളുടെ കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വമാ യജ്ഹദു ബി ആയാതിന, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെടുകയില്ല ആര്? ഇല്ലല്ലാലിമൂൻ, അക്രമകാരികളല്ലാതെ, സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നവരല്ലാതെ അതിന് സന്നദ്ധരാവുകയില്ല. അപ്പോ സത്യസന്ധതയുള്ളവര്, ആത്മാർത്ഥതയുള്ളവര്, അതുപോലെ അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന ആളുകളല്ലാത്ത ആളുകളൊക്കെയും തന്നെ സത്യസന്ധമായിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സമീപിക്കും. ബോധ്യപ്പെടുമ്പോ അതിന് സാക്ഷികളായി മാറുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഷാഹിദൂന ലിൽ ഹഖ് എന്നൊക്കെ പറയുന്നത്. സത്യത്തിന് സാക്ഷികളാവുക എന്നൊക്കെ പറയുന്ന കാര്യം അതാണ്. അപ്പോ അതിനെ തുടർന്ന് വഖാലു, ഈ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ലൗലാ ഉൻസില അലൈഹി ആയാത്തും മിർ റബ്ബി, ഇയാൾക്ക് എന്താ ദൈവിക ദൃഷ്ടാന്തങ്ങളൊന്നും തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് കിട്ടാത്തത്? ഇയാള് പ്രവാചകനാണെന്ന് ഇങ്ങനെ അവകാശപ്പെട്ടാൽ മതിയോ? പ്രവാചകനാണ് എന്നത് തെളിയിക്കുന്ന അമാനുഷികമായ പ്രതിഭാസങ്ങളൊന്നും ഇയാൾക്ക് വന്നു കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എത്ര പ്രവാചകന്മാരും മുമ്പൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അവരൊക്കെ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെയൊന്നുള്ള അത്ഭുതങ്ങളും അതുപോലെ ദൃഷ്ടാന്തങ്ങളും ഒന്നും ഇയാൾക്ക് കാണിക്കാൻ ഇയാളുടെ റബ്ബ് നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അവർ ചോദ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തില് വടി തറയിലിട്ട് പാമ്പാക്കുകയോ കൈ കക്ഷത്ത് വെച്ചിട്ട് വെട്ടിത്തിളങ്ങുന്നതാക്കുകയോ പോലെയുള്ള കാര്യങ്ങളൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതില്ല. അതിനേക്കാളൊക്കെ ഏറെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കാലഘട്ടം ഈ 2025 ഒരു പ്രവാചകൻ വരുന്നത് വടി നിലത്തിട്ട് പാമ്പാക്കുന്നവനായിക്കൊണ്ടും കൈ കക്ഷത്ത് വെച്ചുകൊണ്ട് അത് വെട്ടിത്തിളങ്ങുന്നതാക്കുന്നവനായിക്കൊണ്ടുമാണെങ്കിൽ എന്ത് സ്വീകാര്യതയാണ് ആ പ്രവാചകന് കിട്ടുക? ഇതിനേക്കാളൊക്കെ എത്ര വലിയ അത്ഭുതങ്ങൾ ഇവിടെ ആളുകൾ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ മുന്നിൽ വടി നിലത്തിട്ടാൽ പാമ്പാകുന്നു, കൈ കക്ഷത്ത് വെച്ചാൽ വെട്ടിത്തിളങ്ങുന്നു എന്നത് ദൈവിക ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അയാൾക്ക് എന്ത് സ്വീകാര്യതയാണ് കിട്ടുക? അപ്പൊ ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ അനുയോജ്യമായ ദൃഷ്ടാന്തങ്ങളാണ് കാണിക്കപ്പെടേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം വൈജ്ഞാനികമായി നാഗരികമായി ഒരുപാട് വളർച്ച നേടിയ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തില് സാഹിത്യ രചനയിലും കവിത എഴുത്തിലും അതുപോലെയുള്ള സംഗതികളിലൊക്കെ തന്നെ വളരെയേറെ മുന്നേറ്റം നടത്തിയിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഈ വടിയും കോലും ഒന്നും എടുത്തു വന്നതുകൊണ്ട് അല്ല അവരെ വിസ്മയിപ്പിക്കാൻ സാധിക്കുക. മറിച്ച് ആ ആളുകള് പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നത് തന്നെ അവരുടെ സാഹിത്യാഭിരുചി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നതാണ് വളരെ അത്ഭുതകരമായ ഒരു കാര്യം. ആ ഒരു സമൂഹത്തിലേക്ക് ഒരു കാലഘട്ടത്തിലെയും ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വിസ്മയം ഉളവാക്കുന്ന വാക്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ കടന്നു വരുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തറിയാത്ത, വായന അറിയാത്ത ഒരാള് ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേൾപ്പിക്കുന്ന സംഗതി കേട്ട് അവര് സ്തബ്ധരായി പോവുകയാണ്. വലിയ സാഹിത്യ സർഗവാസനകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും ആ വാക്യങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോ നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൈവിക ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കുന്നു എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തില് ആയാത്തും ബയ്യിനാത്തായിട്ട് ബോധ്യപ്പെടേണ്ടതാണ്. അവര് യഥാർത്ഥത്തിൽ അറിവിനോട് അനുകൂലമായ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുന്നവരും സത്യസന്ധതയുള്ളവരും ആയിരുന്നെങ്കിൽ. അങ്ങനെയാണ് ഊത്തുൽ ഇൽമ് എന്ന് അള്ളാഹുവിടെ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിനെ സമീപിക്കുന്നത്. അള്ളാഹുവിന്റെ ദൈവിക ജ്ഞാനം ദൈവികമായ വഴികളിലൂടെ നൽകപ്പെട്ട സമൂഹം, ആ സമൂഹം പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്യങ്ങൾ ഒരിക്കലും തന്നെ മനുഷ്യന് രചിച്ചുണ്ടാക്കാൻ കഴിയുന്നതല്ല. അത് വിസ്മയകരമായ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ അത് അവർ ഉൾക്കൊള്ളുന്നുമുണ്ട്. വമാ യജ്ഹദു ബി ആയാതിനാ ഇല്ലൽ ളാലിമൂൻ. സത്യം മൂടി വെക്കുന്ന അതിക്രമകാരികൾക്കല്ലാതെ അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറയുന്നത് ഈ ആളുകള് പറയുകയാണ്, ലൗല ഉൻസില അലൈഹി ആയാത്തുൻ, എന്താണ് ഇയാൾക്ക് ദൃഷ്ടാന്തങ്ങളൊന്നും നൽകപ്പെടാത്തത്? മിർ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന്. അപ്പോ അതിനുള്ള മറുപടി പറയാൻ വേണ്ടി അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുകയാണ്, പ്രവാചകരെ താങ്കൾ പറയുക, ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്, ദൃഷ്ടാന്തങ്ങളൊക്കെയും അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്റെ നിയന്ത്രണത്തിലോ പരിധിയിലോ പെട്ട ഒരു സംഗതിയല്ല ആയാത്ത് എന്ന് പറയുന്നത്. അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹുവിന്റെ അധീനതയിലാണ്. ഇന്നമല്ല ആയാത്തു ഇൻദല്ലാഹ്, ഞാൻ വിചാരിക്കുമ്പോ അത് നിങ്ങട്ട് എടുത്തുകൊണ്ടെന്ന് കാണിച്ചു തരാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഏതെങ്കിലും ദൃഷ്ടാന്തം അങ്ങനെയല്ല. എന്റെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി വല്ല അത്ഭുതവും കാണിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ വാഞ്ഞു പോയി എടുത്തുകൊണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റിയ ഒരു സംഗതിയല്ല അത്. ദൈവിക ദൃഷ്ടാന്തങ്ങള് അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അധികാരത്തിലും പെട്ടത് മാത്രമാണ്. വൈന്നമാന നദീറും മുബീൻ, ഞാന് താക്കീത് നൽകുന്ന, വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരാൾ മാത്രമാണ്. എന്നോട് താക്കീത് നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് എന്ത് തെളിവാണ് കാണിക്കേണ്ടതെന്നുള്ളത് അള്ളാഹ് നിശ്ചയിക്കുകയാണ്. അള്ളാഹ് നിശ്ചയിച്ച, അള്ളാഹ് പറഞ്ഞു തന്ന തെളിവുകൾ കാണിച്ചുകൊണ്ട് നിങ്ങളോടിത് പറയാനും താക്കീത് നൽകാനും അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ദൃഷ്ടാന്തങ്ങൾ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തരാൻ കഴിയുന്നവനല്ല ഞാൻ. ഞാനൊരു വ്യക്തമായിട്ടും ഒരു നദീർ മാത്രമാണ്. അതുപോലെ ആയാത്തുകൾ എന്റെ കയ്യിലല്ല, ഒരു പ്രവാചകന്റെയും കയ്യിലായിരുന്നില്ല. അള്ളാഹു നൽകിയ, അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ കാണിക്കുക എന്നതല്ലാതെ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോ അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അവരുടെ ഓരോ തോന്നലും വിചാരമൊക്കെ അനുസരിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ അവര് ചോദിക്കുന്നതിനനുസരിച്ച് കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ള ഒരു ഏർപ്പാട് എനിക്കില്ല. അത് ആർക്കും സാധ്യമല്ല. ആയാത്തുകളൊക്കെ അള്ളാഹ് തീരുമാനിക്കുന്നതാണ്. ഏത് സമൂഹത്തില് എന്ത് ദൃഷ്ടാന്തം കാണിക്കണം എന്നത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഞാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ച വിധത്തില് താക്കീത് നൽകുന്നവനായിക്കൊണ്ട് വരിക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അവരോട് തുറന്നു പറഞ്ഞേക്കുക എന്നാണ് അള്ളാഹുയോട് ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ വിഷയം സൂറത്ത് യൂനുസില്, അതുപോലെ ഖസസില്, നംല്, അതുപോലെ ഇസ്രാ, സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ ഫുർഖാൻ, സൂറത്ത് ശൂറ തുടങ്ങിയ സൂറത്തുകളിലൊക്കെ ഈ വിഷയം കടന്നു വരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്ന വിഷയവും അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന സംഗതിയൊക്കെ തന്നെ. അപ്പോ പലയിടങ്ങളിലായിട്ട് സന്ദർഭത്തിന്റെ ഔചിത്യം അനുസരിച്ച് പലയിടങ്ങളിലായിട്ട് ഈ കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ദൃഷ്ടാന്തം ഈ ഖുർആൻ തന്നെയാണ്. നിരക്ഷരനായ, എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യൻ ഇത്രയും വിസ്മയകരമായ കാര്യങ്ങളെ അവരെ കേൾപ്പിക്കുന്നു. അതിനുവേണ്ടി എഴുതാൻ വേണ്ടി അദ്ദേഹം എവിടെയും ഒഴിഞ്ഞിരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി അത് തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്, ദൈവിക ദൃഷ്ടാന്തമാണ് എന്നതിനുള്ള, അതുപോലെ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്നാണ് ഖുർആൻ ഇവിടെ സമർത്ഥിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.